മുട്ട കൊണ്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ, മീൻ കറി പോലെ തന്നെ. അപ്പോൾ അതിനാവശ്യമുള്ള സബോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെയാണ്. ഇത് കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ പുളി നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. പുളി നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടതിലേക്ക് മല്ലിപ്പൊടി 3 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് കറിവേപ്പിലും ചേർത്ത് നന്നായി കൈകൊണ്ട് ഞെരടുക. അതിനുശേഷം നമ്മൾ പുളി വെള്ളം അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പത്ത് കിടന്ന് നന്നായി വെട്ടിത്തിളച്ച് വെന്ത് വരട്ടെ, കുറുകി വരട്ടെ. ഈ സമയം നമുക്ക് ആവശ്യമുള്ളൊരു 4 മുട്ട പൊട്ടിച്ച് നുള്ളി ഉപ്പും ചേർത്തിട്ട് നന്നായി അടിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ആ കഷ്ണങ്ങൾ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ചാറ് അതിന് മുകളിലേക്ക് ഇട്ട് അടിപൊളി കറിയാട്ടോ. ചൂടോട് കൂടി തന്നെ കഴിക്കണം. അതുപോലെ ഉരുള ഒപ്പി ഉണ്ണുന്ന പോലെ കുറുകിയ ചാറായിട്ട് വേണം നമ്മളതിൻ്റെ മുകളിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഒപ്പി ഉണ്ണുമ്പോൾ ഒരു സ്വാദുണ്ടല്ലോ.